നിമിത്തല്ലേ സച്ചേട്ടാ നമ്മൾ രണ്ടപരിചിതർ ഒന്നിച്ചതും ഇവിടം വരെ എത്തിയതും ഒക്കെ. നിമിത്തമല്ല, ഭാഗ്യം. എന്റെ ഭാഗ്യ ഇതെല്ലാം. നല്ലൊരച്ഛന്റെ മകനായി, സ്നേഹിക്കുന്ന സഹോദരങ്ങളുടെ ഏട്ടനായി, തന്റെ ഭർത്താവായി ഈ ജന്മത്തിൽ സകല സന്തോഷങ്ങളും ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സച്ചേന്റെ ഈ വാക്കുകളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തരുന്നുണ്ട്. പക്ഷേ എന്റെ പേടി അതല്ല. ഞാൻ കൂടുതൽ സന്തോഷിക്കുമ്പോഴൊക്കെ അതിന് പിന്നിൽ വലിയൊരു കരച്ചിൽ തന്നിട്ടുണ്ട് ഈശ്വരൻ. ആ ഒരു പേടിയാ എനിക്കിപ്പോൾ ഉള്ളത്. എങ്കിലേ അങ്ങനൊരു പേടി വേണ്ട. തന്റെ കണ്ണ് നിറയാതെ നോക്കേണ്ട ആള് ഞാനാ. ഭർത്താവായും കൂട്ടുകാരനായും ഒക്കെ ഇപ്പോഴും ഞാൻ തന്നോടൊപ്പം ഉണ്ട്. ഒരു കാരണത്താലും താൻ വിഷമിക്കേണ്ടി വരില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. പിന്നെ ഇന്നലെ ഞാൻ തനിക്കൊരു വാക്ക് തന്നിരുന്നു. സന്ദീപനെ ആതിരയും കൊണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന്. അതിന്റെ ഉത്തരവാദിത്വം തനിക്കാ. സ്ഥലവും തീയതിയെല്ലാം താൻ പ്ലാൻ ചെയ്താൽ മതി. തന്റെ ആ ആഗ്രഹം കൂടി നമുക്കങ്ങ് നിറവേറ്റിക്കളയാം. സച്ചേട്ടാ ഒരു മിനിറ്റ്. താനെന്താ നോക്കുന്നേ? എൻ്റെ ഒരു ഡയറി ഞാനിവിടെ വച്ചായിരുന്നു. സച്ചേട്ടൻ കണ്ടായിരുന്നു അത്? അവിടെ എവിടെയെങ്കിലും കാണും. അല്ല, എന്താ ഡയറിയില്? തനിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടോ? അങ്ങനത്തെ ശീലമൊന്നുമില്ല. തോന്നുന്ന കാര്യങ്ങളൊക്കെ വെറുതെ കുത്തിക്കുറിച്ച് വയ്ക്കും. എന്തിനാപ്പോ അത്? അതിൽ കൂടുതലും ഞാൻ എഴുതിയിരിക്കുന്നതേ എൻ്റെ മനപ്രയാസങ്ങളാ. സന്തോഷത്തോടെ ഇപ്പൊ രണ്ടുപേരെ എഴുതാൻ തോന്നുന്നു എനിക്ക്. മാത്രല്ല എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളും ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.